എന്തോ പൊട്ടിയതിന്റെ ശബ്ദം കേട്ട ദേവ് നോക്കുമ്പോൾ കാണുന്നു അവന്റെ കണ്ണിന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചയായിരുന്നു. കണ്ണൊക്കെ നിറഞ്ഞു കവിഞ്ഞ് തന്നെ നോക്കി നിൽക്കുന്ന ലച്ചുവിനെ അവൻ പിള്ളേരെ മടിയിൽ നിന്ന് സോഫയിലേക്ക് ഇരുത്തി എണീറ്റ് നിന്ന് പോയി. കാരണം കഴിഞ്ഞ 4 വർഷമായി താൻ എവിടെ പോയാലും അന്വേഷിക്കുന്ന ഒരു മുഖമാണ് തൻ്റെ ലച്ചുവിൻ്റെ. അവൻ ഓരോന്ന് ഓർത്തുകൊണ്ട് മെല്ലെ അവളുടെ അടുത്തേക്ക് നടന്നു. അവൾക്ക് അനങ്ങാൻ പോലും പറ്റാതെ അവിടെ തന്നെ തറഞ്ഞിന്ന് പോയി. പിള്ളേരാണെങ്കിൽ വൈകിയതിന് അമ്മയുടെ കയ്യിലും ചീത്ത കിട്ടുമോ എന്ന ടെൻഷനിലാണ്. ദേവ് നോക്കി കാണുകയായിരുന്നു അവളെ. പണ്ടത്തേക്കാൾ അല്പം തടിച്ചിട്ടുണ്ട്. ഒരു കോട്ടൺ സാരിയാണ് വേഷം. അതിനെ ഫ്രീ ആയിട്ട് ഉടുത്തിട്ടുണ്ട്. ഹെയർ സ്റ്റൈൽ അന്ന് ഇന്ന് ഒരുപോലെ തന്നെയാണെന്ന് അവൻ ഓർത്തു. മുടി കുറച്ചെടുത്ത് ക്രാബിട്ട് ബാക്കിയൊക്കെ ഫ്രീ ആയി വിട്ടിട്ടുണ്ട്. പറയത്തക്ക മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഒരൽപ്പം മെച്ചൂർഡ് ആ മുഖത്ത് കാണുന്നുണ്ട്. അവളുടെ പിറന്നാളിനായി താൻ വാങ്ങിക്കൊടുത്ത ആ റെയിൻബോ കളർ വജ്രത്തിന്റെ കല്ലുകൊണ്ടുള്ള മൂക്കുത്തി എന്നത്തെയും പോലെ ഇന്നും എടുത്ത് കാണിക്കുന്നുണ്ട്. അവൻ വേഗം പോയി അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അത്രയും മുറുക്കത്തോടെയാണ് അവൻ പിടിച്ചത്. എന്തുകൊണ്ടോ ലച്ചു അവന്റെ സാമീപ്യം ആഗ്രഹിച്ചിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അന്നേരമാണ് അവനിന്ന് മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാണെന്ന ബോധം വന്നു അവനെ തന്നിൽ നിന്ന് അകറ്റാൻ നോക്കിയത്. പക്ഷേ ദേവ് വിചാരിച്ചത് അന്ന് താൻ പറഞ്ഞതിന് ദേഷ്യത്തിലും സങ്കടത്തിലുമായിരിക്കും അവൾക്ക് ഇന്നും തന്നോട് പിണക്കുമെന്നായിരുന്നു. അവൻ അവളുടെ മുഖം 2 കൈകൊണ്ട് ചേർത്ത് പിടിച്ചു. ലച്ചു കുതിരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനത് കാര്യമാക്കിയില്ല. എവിടെയായിരുന്നു ലച്ചു നീ? നിന്നെ അന്വേഷിക്കാത്തൊരു സ്ഥലമില്ല ഞാൻ. അന്ന് പറഞ്ഞതിനൊക്കെ മാപ്പ്. നിന്നെ കാണാതെ ഈ ശ്വാസം നിലക്കരുത് എന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. അവൻ കണ്ണീരോടെ പറഞ്ഞു. ദേവ് എന്നെ വിട്. അവൾ അവൻ്റെ കൈമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കറിയാം ലച്ചു, നിനക്കെന്നോട് ദേഷ്യം ഉണ്ടാവുമെന്ന്. ഇനിയും എന്നെ നോവിക്കല്ലേ പെണ്ണെ. നിന്റെ ദേഷ്യം തീരുന്നവരെന്നെ അടിച്ചു. അത്രക്കാണല്ലോ ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് നമ്മുടെ കുഞ്ഞിനൊന്ന് കാണിച്ചാടി. ഒരു വട്ടം മതി ലച്ചു, ഒരേ വട്ടം പ്ലീസ്. കാല് പിടിക്കാതിൻ്റെയാണ്. ഒരച്ഛൻ്റെ വേദനയോടെ കരഞ്ഞു ചോദിക്കുന്ന ദേവിനെ കണ്ട് അവളുടെ ഹൃദയത്തിൽ ആരോ മുള്ളുകുത്തിയ അവസ്ഥയായിരുന്നു. അവളൊന്നും പറയാൻ നിന്ന് കണ്ണീരൊഴുക്കിയത് മാത്രമായിരുന്നു. എന്തോരം മിഠായി വാങ്ങി തന്നതറിയോ? ഗൂഫിക്ക് ഞങ്ങളുടെ അമ്മയെ അറിയോ? അല്ലു ചോദിച്ചു. അമ്മക്ക് ഗൂഫി അറിയാവോ? അതിയും ചോദിച്ചു. പിന്നിൽ നിന്ന് പിള്ളേരുടെ ചോദ്യം കേട്ട് അവൻ വീണ്ടും ഞെട്ടിപ്പോയി. അവനൊരു തളർച്ചയോടെ അവരെ നോക്കി. ഒരാളല്ല തനിക്ക് 2 കൺമണികളാണ്. ഇന്നേ വരെ താൻ കരുതിയിരുന്നില്ല തനിക്ക് 2 പേരുണ്ടെന്ന്. തൻ്റെ മക്കൾ, തൻ്റെ ചോര, തൻ്റെ ലോകം തന്നെ അവരാണ്. അവരാണ് തൻ്റെ ലച്ചുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകം. ഒരുപാട് വൈകിപ്പോയി അവർ തൻ്റെ സ്വന്തം ചോരയാണെന്നറിയാൻ. അച്ഛനും അതുപോലെ ആരും അവരുടെ കൂടെയില്ലെന്ന സങ്കടം അവർക്ക് എത്രമാത്രമുണ്ടെന്ന് തനിക്ക് മാത്രം അറിയാം. ഇതുവരെ താൻ അറിഞ്ഞില്ലല്ലോ തൻ്റെ പൊന്നോമനകൾ തൻ്റെ കൂടെ ഉണ്ടായിട്ട് പോലും. അവൻ ഓരോന്നോർത്ത് അവിടെ തന്നെ മുട്ടുകുത്തി ഇരുന്നു പോയി. കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുകയാണ് അവൻ്റെ. എന്തുപറ്റി ഗൂഫി എന്ന് പറഞ്ഞ അടുത്തേക്ക് ഓടി വന്ന മക്കളെ അവൻ ചേർത്ത് പിടിച്ചു. അവരതിൻ്റെ ഇടയിൽ അവൻ്റെ കണ്ണൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മക്കളാണ് ലച്ചു എന്നവൻ ചോദിക്കുമ്പോൾ അവൾ നോക്കിയതും അവൾ അതേം തലയാട്ടി. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരഞ്ഞുപോയി. ഇത് കണ്ട ലച്ചു വായി പൊത്തിക്കൊണ്ട് കരഞ്ഞുപോയി. കാരണം ആ കാഴ്ച കണ്ട് തന്നെ അവൾക്ക് മനസ്സിലായി കൊടുത്തിരുന്നു ദേവ് മക്കളെ കാണാൻ എത്രമാത്രം കൊതിച്ചിരുന്നു എന്ന്. താൻ കാരണം അച്ഛനും മക്കളും എത്ര അകന്നു എന്നോർത്ത് അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. ഐശു പറഞ്ഞതുപോലെ താൻ ചെയ്ത് വലിയൊരു അപരാധമാണെന്നോർത്ത് അവളുടെ ഹൃദയം തകർന്നുപോയി. അയ്യോ, ഗൂഫി കരയില്ലേ? മക്കൾ സങ്കടത്തോടെ പറഞ്ഞു. ഗൂഫി ബ്രേവാണെന്ന് അമ്മയോട് പറഞ്ഞ് നാട്ടിക്കല്ലേ ഗൂഫി. അതി മക്കളെ എന്നൊന്ന് അച്ഛനൊന്ന് വിളിക്കൂ. അവൻ മെല്ലെ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ചോദിച്ചു. അതിന് ഗൂഫി ഞങ്ങളുടെ അച്ഛനാണ് അമ്മേ? അല്ലു ലച്ചുവിനെ നോക്കിയിട്ട് ചോദിച്ചു. അവൾ അതേന്ന് തലയാട്ടി. അച്ഛാ? 2 പേരും ഒന്നിച്ച് വിളിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ കരയുന്ന കണ്ടിട്ട് 2 ഇപ്പോൾ കരയുമെന്ന മട്ടിലാണ് നിൽപ്പ്. കണ്ണൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് 2 പേരും. എന്നെ ഒന്നുകൂടി വിളിക്കുമോ അച്ഛാന്ന് 2 പേരും? അവൻ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് കൊതിയോടെ ചോദിച്ചു. ഇതൊക്കെ കണ്ട് ലച്ചു കരഞ്ഞാകെ തളർന്നിരിക്കുകയാണ്. അച്ഛാ? അവർ വീണ്ടും വിളിച്ചതും അവൻ അവരെ തുരുതുരാ ഉമ്മവിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ച് കരഞ്ഞു. ഇത്രകാലവും തൻ്റെ മക്കൾ കൊടുക്കാൻ പറ്റാത്ത സ്നേഹമൊക്കെ അവൻ്റെ അടുത്തുനിന്ന് ഒഴുകുകയായിരുന്നു. ഇതുവരെ തൻ്റെ കുഞ്ഞിൻ്റെ മുഖം പോലും കാണാത്ത അച്ഛൻ തനിക്ക് 2 പേരാണ് ജനിച്ചതെന്ന് അറിഞ്ഞപ്പോൾ എന്തോ ഈ നിമിഷങ്ങളൊക്കെ അത്രയും വിലപ്പെട്ടതായിരുന്നു. എന്നാൽ ഇതൊക്കെ കണ്ട് ഇനി ഇവിടെ നിന്ന് താൻ ഹൃദയം പൊട്ടി മരിച്ചു പോകുമെന്ന് ഓർത്തുകൊണ്ട് ലച്ചു കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടിയിരുന്നു. അമ്മയുടെ ദേവാണോ? അല്ലു. ദേവ് അതിന് അതേം തലയാട്ടി. അമ്മയെ എന്തിനാ വിഷമിപ്പിച്ച് ഗൂഫി? അതി.
അമ്മ ദേവാന്ന് പറഞ്ഞ് കരയുന്ന കണ്ടിട്ടുണ്ടല്ലോ ഞങ്ങള്. എന്തിനാ അമ്മയെ കരയിപ്പിച്ചത്? അല്ലു. മക്കളുടെ ചോദ്യത്തിന് അവന് ഉത്തരവുണ്ടായിരുന്നില്ല. അച്ഛാ, ഇനി ഞങ്ങൾ വിട്ടു പോവോ? മക്കളുടെ ചോദ്യത്തിന് അവനില്ലായും തലയാട്ടി. അപ്പൊ ഇനി ഞങ്ങളാരും അച്ഛനില്ലെന്ന് പറഞ്ഞ് കളിയാക്കിയില്ലല്ലേ? അതിയുടെ ചോദ്യത്തിന് അവനില്ലെന്ന് തലയാട്ടി. അപ്പൊ ഇനി അച്ഛനാണോ ഞങ്ങൾ സ്കൂളിലൊക്കെ കൊണ്ടുവിടുന്നത്? അല്ലുവിന്റെ ആകാംക്ഷ നിറഞ്ഞ ചോദ്യത്തിന് അവൻ അതേന്ന് മറുപടി പറഞ്ഞു. പിള്ളേര് രണ്ടും അവനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. അച്ഛൻ്റെ കുഞ്ഞൂസുകൾക്കൊന്ന് കാണിച്ചു തരാം, വാ എന്ന് പറഞ്ഞുകൊണ്ട് ദേവ് അവർ രണ്ടുപേരെ എടുത്ത് അവൻ്റെ മുറിയിലേക്ക് കയറി. അവിടെ കണ്ട ഫോട്ടോ ഒക്കെ കണ്ട് രണ്ടുപേരും കണ്ണുവിടത്തി നോക്കുന്നുണ്ട്. മുറിയുള്ള ഫോട്ടോ ഒക്കെ കണ്ട് രണ്ടാളും ഓരോന്ന് പോയി നോക്കുന്നുണ്ട്. രണ്ടുപേർ ഒരുമിച്ചുള്ളതിനേക്കാളും ലച്ചുവിൻ്റെ ഓരോ കോപ്രായം നിറഞ്ഞ ഫോട്ടോസായിരുന്നു ആ ചുമരിൽ നിറയും. അച്ഛ, ഇനി ഞങ്ങളുടെ ഫോട്ടോ എവിടെയാ വെക്കുക? ഇതിൽ മുഴുവൻ അമ്മയുടെ ഫോട്ടോസ് ആണല്ലോ. അല്ലു നടുവിന് കൈവച്ചുകൊണ്ട് ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ട് അവന് ചിരി വന്നു പോയി. നമ്മുടെ നാട്ടിലുള്ള വീട്ടിൽ ഒരുപാട് സ്ഥലമുണ്ട്. അവിടെ എൻ്റെ കുഞ്ഞുസുകളുടെ എത്ര ഫോട്ടോസ് വേണമെങ്കിൽ വെക്കാം, പോരെ? ആണോ? അത് വലിയ വീടാണോ? അതി ആകാംക്ഷയോട് ചോദിച്ചു. പിന്നില്ലാതെ വലിയ വീടാ. മുത്തശ്ശി പറഞ്ഞില്ലേ അവിടെ വയലും കുളവും മാടും കോഴിയൊക്കെ ഉണ്ടെന്ന്. നമ്മൾ എപ്പോഴാണ് അച്ഛൻ അങ്ങോട്ട് പോകുന്നത്? അച്ഛക്ക് ലീവ് കിട്ടട്ടെ, കൊണ്ടുപോകാം കേട്ടോ. അതിനവർ രണ്ടുപേരും തലയാട്ടി. അപ്പോഴാണ് അവൻ ലച്ചു എവിടെ പോയി എന്ന് ഓർമ്മ വന്നു. സത്യം പറഞ്ഞാൽ അവൻ കുട്ടികളെ കണ്ട നിമിഷത്തിൽ അവളെ മറന്നുപോയി എന്ന് തന്നെ പറയാം. ലച്ചു എവിടെ പോയി? അതും പറഞ്ഞ് എണീറ്റ് പോകുന്ന അവനെ പിള്ളേര് കൈപ്പിടിച്ച് അവരെന്താന്ന് മട്ടിൽ നോക്കി. അമ്മ ഫ്ലാറ്റിൽ കാണും അച്ഛാ. അല്ലു. അമ്മ കരയുന്ന സമയത്ത് അടുത്തേക്ക് പോയ ദേഷ്യം വരും അമ്മക്ക്. ഒറ്റയ്ക്ക് ഇരിക്കണം പോലും ആ സമയത്ത്. അതി. അമ്മ എപ്പോഴും കരയാറുണ്ടോ? ദേവ് ഓരോന്നറിയാൻ വേണ്ടി അവിടെ അടുത്ത് ബെഡ്റൂമിനോട് ചോദിച്ചു. എപ്പോഴും കരയാറില്ല, പക്ഷെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ വഴക്ക് പറയും തോന്നുന്നു. ഇടയ്ക്ക് കണ്ണു നിറച്ച് കാണാം. അല്ലു എന്തോ ഓർത്ത പോലെ പറഞ്ഞു. എന്തിനായിരിക്കും ലച്ചു കരഞ്ഞെന്ന് ഓർക്കുമ്പോഴാണ് മക്കളുടെ അടുത്ത ചോദ്യം. അച്ഛനെന്ന് വിളിക്കണോ അതോ ഗൂഫിന്ന് വിളിക്കണോ? അല്ലു. ഗൂഫിക്ക് ഏതാ ഇഷ്ടം? അതി. എന്റെ മക്കൾക്ക് എന്താ ഇഷ്ടം അങ്ങനെ വിളിച്ചു പോരെ? അപ്പൊ ഇടക്ക് ഗൂഫിന്നും ഇടക്ക് അച്ഛാന്ന് വിളിക്കാം, ഓക്കെ അല്ലേ? അതിയുടെ ചോദ്യത്തിന് അവൻ ഓക്കെ എന്ന് പറഞ്ഞു. അല്ല, എന്റെ ചുന്ദരിമണികൾക്ക് വിശക്കുന്നില്ലേ, വാ അച്ഛൻ വാരിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരെയും കൊണ്ടുപോയി സ്ലാബിലിരുത്തി. ചിന്നമ്മ ഫുഡ് ഉണ്ടാക്കി നേരത്തെ തന്നെ പോയിരുന്നു. ഓരോ ദോശ മുറിയായി അവൻ അവരുടെ വായിൽ വെച്ചു കൊടുത്തു. എന്തോ ഇത്രയും ദിവസം കിട്ടാത്ത ഒരു സന്തോഷം അവന് തോന്നി. കൂട്ടത്തിൽ പിള്ളേർ അവന്റെ വായിലേക്കും ദോശ വെച്ചു കൊടുക്കുന്നുണ്ട്. ലച്ചു നേരെ കരഞ്ഞുകൊണ്ട് പോയത് ബാൽക്കണിയിലേക്കായിരുന്നു. അവൾ സങ്കടം വന്നാലും സന്തോഷം വന്നാലും ആകാശം നോക്കി ബാൽക്കണിയിൽ നിലത്തായി മതിലിനോട് ചാരിയിരിക്കുന്ന പതിവുള്ളതാണ്. എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ ശിക്ഷിക്കും? എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നു? വയ്യ ഇങ്ങനെ സങ്കടം സഹിക്കാൻ. ഇനിയൊരു പക്ഷേ ദൈവം മക്കളെക്കുറിച്ച് പറയാതിരുന്നതിന് ദേഷ്യത്തിൽ അവരെ തന്നിൽ നിന്ന് അകറ്റുമോ? ദേഷ്യം വന്ന ദൈവനെ പിടിച്ചാകില്ലെന്ന് തനിക്ക് മാത്രമേ അറിയുള്ളൂ. അവൾ ഓരോന്നോർത്തുകൊണ്ട് കരയാൻ തുടങ്ങി. അവൾ തൻ്റെ 10 വർഷം മുമ്പുള്ള ആ മധുരവും കയ്പുമേറിയ ഓർമ്മയിലേക്ക് പോയി. ഗീതയുടെയും മോഹൻ്റെയും മകളായിട്ടാണ് ലക്ഷ്മി ജനിച്ചത്. സന്തുഷ്ട കുടുംബം. അങ്ങനെ ലച്ചുവിൻ്റെ 12ാമത്തെ വയസ്സിലാണ് അവളുടെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റ് രൂപത്തിൽ അവളുടെ അടുക്കൽ നിന്ന് വിധി അകറ്റിയത്. ആ ആക്സിഡന്റ് തൻ്റെ ജീവൻ തന്നെ മാറ്റിമറിച്ച്. താനൊരു പെൺകുട്ടിയായതുകൊണ്ട് അച്ഛൻ്റെ വീട്ടുകാർ കുറച്ച് കഴിയുമ്പോൾ ഒരു ഭാരമായേക്കാമെന്ന് പേടിച്ച് കൈയൊഴിഞ്ഞു. പക്ഷേ തൻ്റെ അമ്മയുടെ സഹോദരനായ ശിവമാമൻ തന്നെ അവിടെ വീട്ടിലേക്ക് ഒപ്പം കൂട്ടി. ശിവമാമനും ഗോപികമാമിയും അവരുടെ മക്കളായ ദേവികയും ധന്യയും. ദേവു തന്നെക്കാൾ 2 വയസ്സിനിളയതും ധന്യ തന്നെക്കാൾ 4 വയസ്സിനിളയതുമായിരുന്നു. അവർ രണ്ടുപേരും പെൺകുട്ടിയായതിനാലും താനൊരു പെൺകുട്ടിയായതിനാലും മാമിക്ക് തന്നെ കൂടുതൽ കൂട്ടുന്നതിൽ എതിർപ്പുണ്ടായിരുന്നു. കാരണം മാമൻ ആകെയുള്ള സമ്പാദ്യം എന്ന് പറയുന്ന കുറച്ച് കൃഷിയാണ്. പിന്നെയുള്ളത് ഒരു 4-8 വീടാണ് ഞങ്ങളുടെ തറവാട്. അതുകൊണ്ട് മാമി മുമ്പേ തൻ്റെ ഭാവിക്ക് വേണ്ടി മാമൻ ചെലവിടുന്ന അവരുടെ മക്കൾക്ക് കിട്ടില്ലെന്ന് പേടിച്ച്. അമ്മക്കൊരു സഹോദരൻ മാത്രമായിരുന്നു. അമ്മമ്മയും അച്ചാച്ചനും അമ്മയുടെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചിരുന്നു. അച്ഛൻ്റെ വീട്ടിൽ 2 ഇളയച്ചനും ഒരപ്പച്ചിയുമാണുള്ളത്. അവിടെയും മുത്തശ്ശനും മുത്തശ്ശിയും ജീവിച്ചിരിപ്പില്ല. അങ്ങനെ താൻ മണ്ണാർക്കാട്ടിൽ നിന്നും അമ്മയുടെ നാടായ ചേളൂരിലേക്ക് പറിച്ചു നട്ടു. അവിടെ തങ്ങളുടെ സ്വർഗമായ കൊച്ചു വീടിന് ഇളയച്ചനും മാമനും തീരുമാനിച്ച് വാടക കൊടുത്തു. അതിൻ്റെ വാടക തൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ മാറ്റി. അങ്ങനെ അവിടെ തന്നെ സ്കൂളിലേക്ക് മാമൻ തന്നെ ചേർത്തു. അന്ന് താൻ 6ാം ക്ലാസ്സിലായിരുന്നു. തനിക്ക് ആകെ കൂടെ അവിടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ ഒരു വികൃതി ചെക്കനായിരുന്നു, ഫഹദ് എന്ന തൻ്റെ ഫാഹു. വീടിൻ്റെ തൊട്ടപ്പുറമാണ് അവൻ്റെയും വീട്. അതുകൊണ്ട് മാമൻ അവനെ ഏൽപ്പിച്ചു തന്നെ. കാരണം താനും അവൻ ഒരേ ക്ലാസ്സിലേക്കായിരുന്നു. പോരാത്തതിന് അവൻ്റെ ഉമ്മയും തൻ്റെ അമ്മയും കൂട്ടുകാരായിരുന്നു പോലും. അതുകൊണ്ട് ആ ഒരു അഹങ്കാരം അവനുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. മാമി എപ്പോഴും മുഖം കറുപ്പിക്കുമെങ്കിലും ധന്യയും ദൈവമൊക്കെ പാവമായിരുന്നു. തന്നോട് നല്ല കൂട്ട്. മാമനെ പേടിച്ച് മാമിയൊന്നും പറഞ്ഞില്ല. വീട്ടിലെ ജോലിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ തൻ്റെ സ്കൂളിലേക്കുള്ള യാത്ര ഫാഹു അന്നേരം വരെ കൂട്ടു നിൽക്കും.
തങ്ങൾ രണ്ടാളും ഒരുമിച്ച് തന്നെയാണ് പോക്കും വരവും. അവൻ്റെ ഉമ്മച്ചിക്കും ഉപ്പച്ചിക്കും അനിയനൊക്കെ തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ തൻ്റെയും ഫാഹുവിൻ്റെയും ബന്ധം കൂടുതൽ ദൃഢമായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും 10ൽ നിന്ന് +1 എത്തി. അതുവരെ ഞങ്ങൾ രണ്ടുപേരും തന്നെയായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ്. രണ്ടുപേരുടെയും സ്വഭാവം കാരണം എല്ലാവരോടും കൂട്ടുകൂടിയിരുന്നു. അതുപോലെ തന്നെ ഓരോന്ന് ഒപ്പിച്ച് സ്കൂൾ മുഴുവൻ ഫേമസ് ആയിരുന്നു ഞങ്ങൾ. ഞാൻ ഏത് സ്ട്രീം എടുക്കുന്നോ അത് തന്നെ മതിയായിരുന്നു അവനും. അവന് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവൻ താൻ സെലക്ട് ചെയ്ത കൊമേഴ്സ് തന്നെ സെലക്ട് ചെയ്തു. എനിക്കറിയാമായിരുന്നു അവൻ എന്നെ പിരിയാൻ വയ്യ, അതുകൊണ്ടാണ് കൊമേഴ്സ് സെലക്ട് ചെയ്തതെന്ന്. രണ്ടുപേർക്ക് അത്യാവശ്യം മാർക്കുണ്ടായതുകൊണ്ട് 10 വരെ പഠിച്ച അതേ സ്കൂളിൽ തന്നെ +1 സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് യാത്ര തുടർന്നു. അതിൻ്റെ ഇടയിലാണ് ഐശു വരുന്നത്, ഒരു പാവം കുട്ടി. ഞാൻ അവളോട് പെട്ടെന്ന് കൂട്ടായി. ആദ്യം ഫാഹുവിന് ഇഷ്ടമല്ലായിരുന്നു അവളെ, കാരണം എൻ്റെ പ്രയോറിറ്റി അവളായേക്കുമോ എന്ന പേടി. പിന്നെ അവനെന്നോ അവളോടും കൂട്ടായി. അങ്ങനെ ഞങ്ങൾ 3 പേരും കട്ട ഫ്രണ്ട്സായി. അവളുടെ വാപ്പി ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവരുമായിരുന്നു. അവൾ ഉമ്മയുടെയും വാപ്പയുടെയും ഏക സന്തതിയായിരുന്നു. അവളുടെ ഉമ്മ അവൾക്കുള്ളതുപോലെ തന്നെ എനിക്കും കൊടുത്തുവിടായിരുന്നു. രണ്ടുപേരും പാവമായിരുന്നു. അങ്ങനെ 6 മാസങ്ങൾ കഴിഞ്ഞുപോയി. കൂട്ടത്തിൽ അല്പം പാവ ഐശ്വര്യായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാഹുവിന് അവളോട് മുടിഞ്ഞ പ്രേമം. അങ്ങനെ അതും കരക്കെത്തിച്ചു കൊടുത്തു. താൻ അവർക്ക് രണ്ടാൾക്കും വേണ്ടി. അവർ പ്രേമിച്ചു എന്ന് വെച്ച് തന്നെ കൂട്ടാതെ ഒരിക്കലും എവിടെയും പോവില്ല. ഇനി താൻ അറിഞ്ഞുകൊണ്ട് മാറിക്കൊടുത്താലോ രണ്ടുപേരുടെയും ചീത്ത താൻ കേൾക്കണം. അങ്ങനെ +2 ജീവിതം അവസാനിക്കാറായി. പൈസ കൊടുത്ത് മാമി പഠിപ്പിക്കാൻ വീട്ടിലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് താൻ നന്നായി പഠിച്ചു. ഐശു നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഫഹദാണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ കൂടെ വേണമെന്ന് എഴുതി ചത്ത് കുത്തിയിരുന്ന് പഠിച്ചു. അങ്ങനെ ഫെയർവെല്ലും പരീക്ഷയൊക്കെ കഴിഞ്ഞുപോയി. കലാലയ ജീവിതത്തോട് ടാറ്റ പറഞ്ഞു. 2 മാസത്തെ വെക്കേഷൻ സമയം ഷടയിന്ന് കഴിഞ്ഞുപോയി. മാമിയെ സഹായിക്കുന്ന വലിയ കാര്യമായിരുന്നു അന്നേരം. ബാക്കിയൊക്കെ നന്നായി പോയി. അങ്ങനെ അതിനിടയിൽ റിസൾട്ട് വന്നു. ഞങ്ങൾക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. ഫാഹുവിന് അത്യാവശ്യം നല്ല മാർക്കുണ്ടായിരുന്നു. അങ്ങനെ തനിക്കും ഐശ്വര്യം ഗവൺമെൻറ് കോളേജിൽ തന്നെ ആദ്യ അലോട്ട്മെൻറ്റിൽ BCom സീറ്റ് കിട്ടി. പിന്നീടുള്ള 2 അലോട്ട്മെൻറ്റ് കഴിഞ്ഞു ഫാഹുവിന് സീറ്റ് കിട്ടി. വല്ലാത്ത ആകാംക്ഷയായിരുന്നു കോളേജിൽ പോകാൻ. അതിൻ്റെ കാരണം തന്നെ ഈ സിനിമയിലൊക്കെ കാണുന്ന കോളേജ് അനുഭവമായിരുന്നു. മുമ്പൊക്കെ ഒന്ന് പ്രേമിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷേ മാമിയുടെ മുഖം ഓർക്കുമ്പോൾ തന്നെ പേടി തോന്നി. അതുകൊണ്ടാണ് പിന്നാലെ വന്നവരൊക്കെ ഓടിച്ചു വിട്ടത്. എന്തോ തൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ കാശെടുത്ത് അഡ്മിഷനും മറ്റു ഫീസ് അടച്ചുകൊണ്ട് മാമിയൊന്നും പറഞ്ഞില്ല. ചെറിയൊരു തുകയായിരുന്നത്. അതിനി ചോദിച്ചിരുന്നെങ്കിൽ മാമി എന്തെങ്കിലും പറഞ്ഞ് തന്നെ പഠനം മുടക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ കോളേജ് ജീവിതത്തിലേക്ക് നല്ല പേടി തോന്നിയിരുന്നു. റാഗിങ്ങും മറ്റും ആലോചിച്ച്. അതുപോലെ തന്നെ അത് രസമുള്ള പരിപാടിയായതിനാൽ കൊതിയും തോന്നിയിരുന്നു. റാഗിങ് ഇല്ലാതെ എന്ത് കോളേജ് ലൈഫ് എന്നായിരുന്നു തൻ്റെയും ഫാഹുവിൻ്റെ അഭിപ്രായം. പക്ഷെ ഐശ്വര്യന് പേടിയായിരുന്നു ഇതൊക്കെ. പക്ഷേ വിധിയുടെ വിളയാട്ടെന്ന് പറയട്ടെ, റാഗ് ഫ്രീ ക്യാമ്പസ് ആയിരുന്നു അത്. അതറിഞ്ഞത് ചത്ത കോഴിയെ പോലെ ആയിരുന്നു താനും അവനും. കാരണം റാഗിങ് ചെയ്യാൻ വരുന്നവർക്ക് പാട്ട് വരെ സെറ്റാക്കിയിട്ടായിരുന്നു ഞങ്ങളുടെ എൻട്രി. പക്ഷെ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. ഐശ്വര്യ ഒരുപാട് കളിയാക്കിയിരുന്നു തങ്ങളെ. കാരണം പറഞ്ഞാൽ ABCD പറയുന്ന സീനിയേഴ്സിനോടൊന്നൊക്കെ ആയിരുന്നു താനും ഫാഹും. പക്ഷേ എല്ലാം ഖുദാക്കവ. അങ്ങനെ BCom ക്ലാസ്സിൽ പ്രവേശിച്ചു. നേരെ മിഡിൽ ബെഞ്ചിലിരുന്നു. ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് ഇരുന്നത്. സ്കൂൾ പോലെ അല്ലല്ലോ, മിക്സഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതുകൊണ്ട് ഫാഹുവിന് സന്തോഷമായി. അങ്ങനെ ഇണക്കുരുവികളെ ഒരുമിച്ചിരുത്തി. ഞാൻ മാത്രം ഒരു സൈഡിലായിരുന്നു. ക്ലാസ്സിൽ ആകെ മൊത്തം 40 കുട്ടികളായിരുന്നു. അങ്ങനെ ടീച്ചർ വന്ന് ഓരോരുത്തരെയും പരിചയപ്പെടുകയായിരുന്നു. തൻ്റെ അടുത്തേക്ക് എത്തി താൻ പേര് പറയുമ്പോൾ ടീച്ചർ എന്ന് വിളിയിട്ട് എല്ലാവരും വാതിൻ്റെ അവിടെ നോക്കിയത്. അന്നായിരുന്നു താൻ ദേവിനെ ആദ്യമായിട്ട് കാണുന്നത്. ഒരു വെളുത്ത നല്ല നീളമുള്ള ഭംഗിയുള്ള മുടിയൊക്കെയുള്ള ഒരു പൊടിമീശക്കാരൻ. ആ മുഖത്ത് പുഞ്ചിരി എന്ന സാധനമില്ല. വല്ലാതെ കലിപ്പിലാണ് ടീച്ചേഴ്സിനോട് പോലും സംസാരിക്കുന്നത്. അവൻ്റെ നീളം വെച്ച് താൻ അവൻ്റെ പാതി ഉണ്ടാകുമോ എന്ന് തോന്നിപ്പോയി തനിക്ക്. എല്ലാ ബെഞ്ചിലും 4 പേരായി നിറഞ്ഞുകൊണ്ട് അവന് ടീച്ചർ തൻ്റെ നേരെ വിട്ടു. തൻ്റെ നേരെ വന്നവനെ നോക്കി ചിരിച്ചെങ്കിൽ നോ മൈൻഡായിരുന്നു പുള്ളിക്ക്. ഇതെന്ത് സാധനമാണെന്ന് താനൊന്നും ഓർക്കാതിരുന്നില്ല. അവന് വന്നു കഴിഞ്ഞ് ആദ്യം കേൾക്കുന്നത് തൻ്റെ പേരായിരിക്കും ആ ക്ലാസ്സിൽ നിന്ന്. അങ്ങനെ ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത അവൻ്റെ ഊഴമായിരുന്നു. കട്ടിയുമല്ല എന്നാൽ പതിഞ്ഞതുമല്ലാത്ത രീതിയിലുള്ള അവൻ്റെ ശബ്ദം താൻ ആദ്യമായി കേൾക്കുന്നത് അന്നായിരുന്നു. അഭിനന്ദേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുട്ടാതിരുന്നു. ദേവിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ കണ്ണു നിറഞ്ഞൊഴുകുന്ന അവസ്ഥയിൽ ലച്ചുവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു.